രാവിലെ എണീറ്റ് കാല് നിലത്ത് കുത്താൻ വയ്യാത്ത രീതിയിൽ എസ്പെഷ്യലി ഹീൽ ഏരിയ ഒരു ഷാർപ്പ് പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ കാല് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നീരോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് മിക്കവാറും പ്ലാന്റാ ഫേഷ്യാറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാം. ഈ വീഡിയോയിലൂടെ നമുക്ക് പ്ലാന്റാ ഫേഷ്യാറ്റിസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിഫോർ ദാറ്റ് ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഈ കണ്ടീഷൻ കാലിന്റെ ഉപ്പൂറ്റിയിൽ ഉണ്ടാവുന്ന വേദനയുടെ ഏറ്റവും കോമൺ കോസ് ആണ്. ഇത് ഉണ്ടാവാൻ കാരണം കാലിലെ ലിഗമെന്റ്സ് ഉണ്ടാവുന്ന മൈക്രോ ടേർസ്, ഡീജനറേഷൻ അല്ലെങ്കിൽ ലിഗമെന്റ് തിക്കനിങ് സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ സിംറ്റം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് കാല് വെക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാവുന്ന പെയിൻ, അല്ലെങ്കിൽ കുറെ നേരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ കാല് താഴെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ ആണ്. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് സ്ട്രെസ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെയിൻ. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒബീസിറ്റി അല്ലെങ്കിൽ ആർച്ചിലുണ്ടാവുന്ന ഡിഫറൻസസ്, ചിലർക്ക് ഹൈ ആർച്ച്ഡ് ആയിരിക്കാം, ചിലർക്ക് ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കാം. ഇതിന്റെ കൂടെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡിങ്ങും ഓട്ടവും ചാട്ടവും ഒക്കെ ഒരു ഫാക്ടറായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? ഓഫ് കോഴ്സ് ഒരു ഓർത്തോപീഡിഷ്യൻ ആണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്ന ആള്. ഇറ്റ് ഇസ് മോസ്റ്റ്ലി എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. വളരെ റെയർലി ആണ് MRI അൾട്രാസൗണ്ട് ആവശ്യപ്പെടാറുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ടു റൂൾ ഔട്ട് അതർ കണ്ടീഷൻസ്. ഇതിന് വേണ്ടിയായിട്ട് അത് ആവശ്യം വരാറില്ല. ഇതിന്റെ ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 90% ഓഫ് ദ കേസസ് മെഡിക്കേഷൻസും എക്സസൈസും വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. 5%, ലെസ് ദാൻ 5% ആണ് വളരെ റെയർ ആയിട്ട് സർജറി അല്ലെങ്കിൽ ലേസർ തെറപ്പി, ഈവൻ സംടൈംസ് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. അതും ക്രോണിക് കേസുകളിൽ മാത്രം. who do not improve with these exercises. ഇതിനെല്ലാം ഉപരി ഇതിന്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടത് സപ്പോർട്ട് ഉള്ളൊരു ഫുട്വെയർ ആണ്. അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മളുടെ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുട്വെയർ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ വർക്ക്ഔട്ട്സ്, ചൂസ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.